regarded as a very talented Namita Pramod. But beyond her acting career, there is something special about her, and that is that she is making her mark as an entrepreneur. Yes. Screenuകളിൽ മാത്രമല്ല Shamu talent ഉള്ളത് off screen. She is the founder of Summer Town Cafe in Kochi. Yes, she is not only a talented actress, but she is an entrepreneur as well, and a passionate advocate of personal growth and gratitude. She is a true embodiment of creative leadership, entrepreneurial spirit. So not only is she a multi-talented actress, but an entrepreneur and an influencer as well. Ladies and gentlemen, give that thunderous round of applause. നല്ലൊരു കൈയ്യടി കൂടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കാം the versatile Namita Pramod. ആദ്യവും എപ്പോഴും സാക്രിഫൈസും ബുദ്ധിമുട്ടുകളൊന്നും പുറത്തുനിന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കൊച്ചിയിലെ പനപ്പള്ളി നഗറിലെ സമ്മതം റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 3 വർഷമായി തുടങ്ങിയിട്ട്. ഞങ്ങൾ ഈ ഒരു കുറച്ച് മാസത്തിനുള്ളിൽ അടുത്ത ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുക, അത് മുന്നോട്ട് കൊണ്ടുപോകുക എത്രത്തോളം കഷ്ടപ്പാടുള്ള കാര്യമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഡെയിലി ബേസിസ് ഞാനും എൻ്റെ ഫാദറും ആ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു 2 ആളുകളാണ്. അതിന് ഓഫ്കോഴ്സ് അതിന് ഒരുപാട് സന്തോഷം നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്തെങ്കിലും തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും. എനിക്ക് ഈ ആഗ്രഹമുള്ളത് 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോൾ മനസ്സിലൊരു വിഷൻ ഉണ്ടാവും. അതിനുവേണ്ടി കഷ്ടപ്പെടാൻ റെഡിയായിരിക്കും, രാവും പകലും പണിയെടുക്കും, അത് നടത്തിയെടുക്കും. ആൻഡ് ഗ്രൂപ്പ് ബി ഇസ് ലൈക്ക് ഇപ്പോൾ സൊസൈറ്റിയിൽ ഒരു പ്രഷറുണ്ട്, എന്തെങ്കിലും തുടങ്ങണം. എനിക്കൊരു കൂടുതൽ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലാണ് തോന്നുന്നത്, എന്തെങ്കിലും തുടങ്ങണം. പക്ഷേ എങ്ങനെ, എന്ത്, എപ്പോൾ തുറക്കുന്നുള്ളൂ ഒരു ഐഡിയ ഇല്ലാതെ. ഐ തിങ്ക് ബിസിനസ് ഇസ് എ വിഷൻ. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്കൊരു വിഷൻ ഉണ്ട്, അതിനുവേണ്ടി കഷ്ടപ്പെടാൻ റെഡിയാണ്, ഒരു ടീമിനെ ഉണ്ടാക്കാൻ റെഡിയാണ്, ആ ടീമിനെ മോൾഡ് ചെയ്യാൻ നമുക്ക് എബിലിറ്റി ഉണ്ട്, ക്രിറ്റിസം ചെയ്തെടുക്കാൻ തയ്യാറാണ്, മിസ്റ്റേക്സ് വരുത്തി അതിന് പഠിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും. എനിക്ക് തോന്നുന്നു, എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മളുടെ ചുറ്റിലുള്ള ആളുകളുടെ ലൈഫിൽ ചെറിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാം. അങ്ങനെ ചുറ്റിനുള്ള ആളുകളുടെ ലൈഫിൽ ചെറിയ കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, ചെറിയ മാറ്റങ്ങളായിരിക്കും. അങ്ങനത്തെ ഐഡിയാസുമായി വന്നിട്ടുള്ള ചെറിയ സ്റ്റാർട്ടപ്പുകളാണ് വലിയ സക്സസ്സിലേക്കും അച്ചീവ്മെന്റിലേക്ക് പോകുന്നത്. And thank you so much for having me over here today. And എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇത്രയും റോയൽ അസറ്റ്സ് റാപ്പ് എന്ന് പറഞ്ഞപ്പോൾ റീബ്രാൻഡ് ചെയ്തിട്ടാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വിഷൻ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളിലേക്ക് മുന്നിലേക്ക് ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത്, നിങ്ങളെല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചത് വളരെ വലിയൊരു വിഷനാണ് ഇത് നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ബിസിനസ് ഓണേഴ്സിനും സ്റ്റാർട്ടപ്പ് ഓണേഴ്സിനും റാക്കിനും പ്രോഫിറ്റും ഗ്രോത്തും ബിസിനസ്സും ഒരുപാട് ഹാപ്പിനെസ്സും ഞാൻ ആശംസിക്കുന്നു. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു സ്റ്റാർട്ട് ആൻഡ് റൺ എ ബിസിനസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 3 വർഷം അല്ലെങ്കിൽ 2 വർഷം വെരി ക്രിട്ടിക്കൽ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പലരും ഗീവപ്പിക്ക് പോകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അത് ഗീവപ്പ് ചെയ്യാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി വർക്ക് ചെയ്യാൻ പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു എവ്രിവൺ ഔട്ട് ദേർ. And thank you so much for your support. Storytelling rooted in food, travel, culture brings people together with every word. Ladies and gentlemen, first and foremost, let us get ready for some energy, rich and warm with Raj Kalesh, aka Pallu. മലബാറുകാരെ ഒരു ആവേശം വന്നില്ല. എനിക്ക് മാത്രം ഒരു മലബാർ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അത് മലബാറുകാരുടെ സ്നേഹമാവാം, അവരുടെ ഒരു അതിഥികളെ സൽക്കരിക്കാൻ ഒരു ആവേശമായിരിക്കാം, അല്ലെങ്കിൽ മലബാറുകാരുടെ നന്മയായിരിക്കും. മലപ്പുറം, കോഴിക്കോടും ഞാൻ മാത്രം പല ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്, മലബാറുകാരുടെ സ്നേഹത്തിന് മുന്നിലും പല 10ാം ക്ലാസ്സിൽ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ.
അപ്പോൾ മലബാർ അങ്ങനെയല്ല, ഇതിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ വളക്കൂറുള്ള മണ്ണെന്നാണ്. ഇത് അപ്പോൾ മലബാർ അല്ലെങ്കിൽ കോഴിക്കോട് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. നമ്മൾ പുതിയ പുതിയ സംരംഭങ്ങൾ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു നാട് കൂടിയാണ് ഈ കോഴിക്കോട്. അപ്പോൾ മലപ്പുറത്തുകാർക്ക് ഏറ്റവും കൂടുതൽ ആവേശം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് പോകും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ മനോരമയുടെ ഗോൾഡൻ ക്ലബ് അവാർഡ് മേടിച്ചിട്ട് നിൽക്കുകയാണ് നമിത. അപ്പോൾ 2 സംരംഭകർ എൻ്റെ കൂടെ ഇരിക്കുന്നു. ഷിബിലിയുടെ സ്പീച്ച് കേൾക്കുന്നു. സത്യത്തിൽ ഞാൻ എന്തിനവിടെ വന്നെന്നായിരിക്കും. അപ്പോൾ ഒരു ബാഹുബലി 2 കാണുന്ന ഒരു ആവേശത്തോടു കൂടിയാണ് ഷിബിലിയുടെ സ്പീച്ച് ഞാൻ കേട്ടിരുന്നത്. 300 സംരംഭങ്ങളെ ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് റാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോഴിക്കോട് വലിയൊരു ബിൽഡിങ്ങിൽ 10 നിലകളിലായിട്ട് വരാൻ പോകുന്നത്. എപ്പോഴും ഇൻക്യുബേഷൻ പീരീഡൊക്കെ സേഫ് ആയിരിക്കും. സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പുതിയ സംരംഭങ്ങൾക്കൊക്കെ പലപ്പോഴും ഫണ്ടിൻ്റെ പ്രശ്നം വരാറുണ്ട്. പല പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒരു പ്രശ്നം മാത്രമല്ല, അതെല്ലാം ഒരു കുടുക്കൽ എന്താണോ ആ സംരംഭത്തിൻ്റെ പ്രശ്നം അത് സോൾവ് ചെയ്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ സംരംഭമായിട്ട് മാറും. ആ സംരംഭമാക്കാൻ ഒരു 300 സംരംഭങ്ങൾക്ക് ശക്തി പകരാനായിട്ട് റാക്കിന് കഴിയും എന്നാണ് ഷിബിലി പറഞ്ഞത്. ആ വാക്കുകൾ അന്യോക്തമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സംരംഭങ്ങൾ ഇപ്പോൾ 95% സംരംഭങ്ങളും ഫെയിലിയറായിട്ട് പോകുന്നത് ആ സ്കെയിലപ്പിൻ്റെ ടൈമിലാണ്. അവർക്ക് ഉയർന്നു പറക്കാൻ പറ്റാതെ വരുന്നത്. അതിനെല്ലാം സപ്പോർട്ടും കൊടുത്ത് 300 സംരംഭങ്ങളെയും ഒരു ചിറക് വിരിച്ച് പറക്കാനുള്ള ശക്തി റാക്കിന് നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ കല്ലൂർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ഒരു ഡയലോഗാണ്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്: നമ്മൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് കൈ കൊടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളുടെ പരിപാടി എന്താണ്, നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നതിന് മുൻപ് ഇത് കഴിച്ചിനാ എന്നൊരുത്തം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് മലബാറുകാരായിരിക്കും. ഉറപ്പ്. ഈ ആഭിവേദമാണ് കല്ലു പറഞ്ഞതുപോലെ ഓരോ വട്ടവും കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഈ കുറിയിൽ ഒരു മാറ്റമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യരെ പട്ടിണിക്കിടാത്ത 3 ജില്ലകളാണ് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഫുഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു പയ്യനെ വളരാനായിട്ട് അനുവദിക്കുന്നത് തീർച്ചയായിട്ടും അവൻ്റെ ഒരു സർക്കംസ്റ്റൻസ് ആണ്, അവൻ്റെ ഒരു സാഹചര്യമാണ്, അവൻ്റെ കൂടെയുള്ള മനുഷ്യരാണ്. ആ മനുഷ്യർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ SRKP എന്ന് പറയുന്ന ഒരു പ്രതിഭ ഉദയം ചെയ്തത് എന്നതിന് യാതൊരു തർക്കമില്ല. ആ SRKP ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു വിഷൻ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമാണ് എന്നത് 3 തരം ഉറപ്പ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾക്ക് SRKP പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇത് ഒരു വിളനിലമാണ്. നമ്മുടെ ഇവന്റിന് തന്നെ പേരിന് അങ്ങനെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം. നമുക്കറിയാം, ഏറ്റവും നല്ല ബിസിനസ്സുകാരിലേക്ക് ഒരു വിളനിലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഞാൻ എന്നോട് ഏറ്റവും കൂടുതൽ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് കോഴിക്കോട് ഇത്രയും ബിസിനസ്സുകാരുണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് അവരുടെ പ്ലേറ്റിൽ ഇത്രയും നല്ല രക്തവും അവരുടെ രക്തത്തിൽ എങ്ങനെയാണ് ഈ ബിസിനസ് ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ തീർച്ചയായിട്ടും ഒരു പയ്യന് ഒരു വിഷൻ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ ആ മനോഭാവം തന്നെയാണ് 100%. വിളനിലം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ ശരിക്കും ആലോചിക്കുകയാണ്. 14 വയസ്സിൽ ആ പയ്യൻ ആ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സിനെ കുറിച്ചിട്ട് ആലോചിക്കുകയായിരുന്നു. നമുക്കറിയാം, ഒരു ബിസിനസ് തുടങ്ങുന്നതിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു വിഷനാണ്, ഒരു തീരുമാനമെടുക്കാനുള്ള ശേഷിയാണ്. എൻ്റെ 16ാമത്തെ വയസ്സിലൊക്കെ പോകാൻ പറ്റുന്ന ഒരാളെ എനിക്ക് പറയാനുള്ളൂ, അതിൻ്റെ സ്വന്തം ശരിയാണ്. അത് പറഞ്ഞതോടുകൂടെ നമുക്ക് എല്ലാവർക്കും അത് വളർച്ചകളൊക്കെ മാറ്റിക്കൊണ്ട് ഞാൻ എത്തുന്നു. ഞാൻ ചെറുപ്പം മുതലേ വരയ്ക്ക് ഓരോ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടുവരുന്നതാണ് ഞാൻ ചെയ്യുന്നത്. സോ വെൻ ഐ വാസ് സ്റ്റക്ക് വിത്ത് ദാറ്റ് കോവിഡ് ടൈം, ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി. അതിൻ്റെ പേര് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഹാൻഡ്ലെസ് മീഡിയ.
കാരണം യൂഷ്വലി ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കൈ വേണമെന്നാണ് പറയുന്നത്, പക്ഷെ എൻ്റെ കയ്യില്ല. അതുകൊണ്ട് ഞാനത് ഹാൻഡ്ലെസ് മെയ്ഡ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് ഒരുപാട് സ്ഥലത്തേക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്ക്രാപ്പ് ബുക്സും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊറിയർ ചെയ്തിട്ടും അല്ലാതെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സോ ഇന്നിവിടെ നിൽക്കുമ്പോൾ ദ മെസ്സേജ് ഐ ഫീൽ ടു ഡെലിവർ ഇസ് ദാറ്റ് നമ്മൾ ഫിസിക്കലി എങ്ങനെയും ആയിക്കോട്ടെ ആൻഡ് ദാറ്റ് അത് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല, പക്ഷെ നമുക്ക് സക്സീഡ് ചെയ്യണം, നമ്മുടെ വിജയം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് ഈസ് ഇൻ ആർ കൺട്രോൾ. സോ ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ടു സക്സീഡ് ഇൻ ലൈഫ്. തോറ്റു പോയിട്ട് നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നിർത്തും, പക്ഷേ തോറ്റു പോയിട്ട് അവിടെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദൈവമായിട്ട് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതിലൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ കുറേ പേര് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും, നമ്മൾ തന്നെ തുടങ്ങണം. But no, if this was easy, everyone would have done it. But this is not easy and you did it. And that makes me very much happy. I'm so proud of you, കാരണം maybe ശിബിലി പ്രായം കൊണ്ടൊക്കെ ഒരുപാട് പേരെക്കാളും ചെറുതൊക്കെ ആയിരിക്കും, പക്ഷെ ഇമാജിൻ വിത്ത് ദിസ് വിഷൻ, വിത്ത് ദിസ് കോൺഫിഡൻസ്, ആ ഒരു ചങ്കൂറ്റൊക്കെ കൂടെ നമ്മൾക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. ആക്ച്വലി എനിക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഐ എം സോ മച്ച് ഇൻസ്പയർഡ് ടു യു. താങ്ക് യു സോ മച്ച് ഫോർ എക്സിസ്റ്റിംഗ് ആൻഡ് ബീയിങ് ഹിയർ. ആക്ച്വലി എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലി ഐ എം ഡിഫറൻസ് ജനിച്ചപ്പോൾ മുതലേ, പക്ഷേങ്കിലും ആ ഡിഫറൻസ് ഞാൻ എൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ഇന്ന് തന്നെ ഒരുപാട് പേര് അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് കാലം റിജക്ഷൻസിലൂടെ കടന്നു പുറത്തുള്ള ഒരാളാണ്. ഞാൻ 2 കാലം ആർട്ടിഫിഷ്യൽ അനുഭവിച്ചിട്ട് നടക്കുന്ന ഒരാളാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഐ എം 90% ഡിസേബിൾഡ് വിത്ത് ഓൺലി 10% എബിലിറ്റി. പക്ഷേ ഐ എം സോ ഹാപ്പി ടെല്ലിംഗ് ദാറ്റ് ഒരുപാട് കാലം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് 100 വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റില്ല, അതൊക്കെ കയ്യും കാലങ്ങളൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. ഐ ഗോട്ട് മൈ ബിസിനസ്. 150 ആൾക്കാർക്ക് ജോലി കൊടുത്ത ശിബിലിയാണ്. എനിക്ക് അതിൽ താങ്ക്സ് പറയാനുള്ളത് ശിബിലിയുടെ ഉമ്മ, ഉപ്പ ആൻഡ് അവരുടെ ബ്രദർ, അവരുടെ ഇത്താസിന്റെ ഫാമിലി ആൻഡ് അവരുടെ ബെറ്റർ അല്ലേ, അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ. ആൻഡ് ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സ് അല്ലേ, കൂടാനും അവർ കൈവയ്ക്കാനുള്ള എല്ലാ ടീം മെമ്പേഴ്സും കൂടെയാണ് റോയൽ എഫക്ട്സിനെ ഈ ഒരു പിക്ചറിലോട്ട് കൊണ്ടുവരുന്നത്. ആൻഡ് ഇപ്പം മലപ്പുറത്ത് കാലിക്കറ്റ് എത്താറ് നല്ല ഹൈവേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും മാത്രം ഗിയർ ഇട്ടായിരുന്നു ഞങ്ങൾക്ക് 3rd ഉം 4th ഉം 5th ഗിയർ മാറ്റുമ്പോൾ ഷിബിലി അവരുടെ ഗിയറൊക്കെ മാറ്റാൻ തീരുമാനിച്ചു. 10 തലയുള്ള ഞങ്ങൾ 10 നിലയുടെ കെട്ടിടത്തിൽ കൂടെ എനിക്ക് തോന്നുന്നു അടുത്ത 1 ഇയറിൽ 100ഓളം സ്റ്റാർട്ടപ്സിന് അല്ലേ, ശരിക്കും തോന്നുന്നു ഇൻക്യുബേറ്റ് ചെയ്യുന്ന വേർഡ് തെറ്റാണ്. എന്തോരം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് നമുക്ക് തന്നെ തോന്നുന്നു, ഭയങ്കര ഇൻസ്പിറേഷനും. അതുപോലെ തന്നെ ആസ് എ ബിസിനസ് വുമൺ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേജ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡാണ് സെൽഫ്. കാരണം ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ആസ് എ സിംഗർ എന്നുള്ള രീതിയിലാണെങ്കിലും വിളിച്ചത് എല്ലാവരും സിംഗേഴ്സാണ്, ഒരു പാട്ട് പഠിപ്പിച്ചവരാണെങ്കിലൊക്കെ എല്ലാവരും ഉണ്ട് ചുറ്റും. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സ്ക്രാച്ച് മുതൽ എൻ്റെ ചെറിയ ചെറിയ ഐഡിയകൾ വെച്ചിട്ട് ഫണ്ട് ഒഴിക്കുക, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു മുന്നിൽ. അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങിയതായിരുന്നു സലാന്നുള്ള ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒരു സംഭവം. അപ്പോൾ 10 വർഷമായി ഞാൻ ഈ ഒരു ബ്രാൻഡിൽ പണ്ടത് കൂടെ നിൽക്കുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നതാണ്. കാരണം എനിക്കിപ്പോഴും സലാപൊട്ടിയിൽ കുറേ ബ്രാൻഡസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ചിലത് ഫെയിൽ ആയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഞാൻ മര്യാദയ്ക്ക് ഒരു സ്ട്രാറ്റജി ഇല്ലാണ്ട് പോകുന്നതുകൊണ്ടാണെന്നുള്ളത്. ഇപ്പോഴും ഫ്യൂച്ചറിൽ കുറേ ബിസിനസ്സും കുറേ വിഷനുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഫ്യൂച്ചറിൽ എൻ്റെ ബിസിനസ് പ്ലാനിൽ ഓഫ്കോഴ്സ് റാക്ക് ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓഫ്കോഴ്സ് ഇനിയും ഇതിലും കൂടുതൽ സംഭവങ്ങൾ റാക്ക് ആഗ്രഹിക്കാൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് പറയാണ്, പ്രാർത്ഥിക്കാണ്. താങ്ക്സ് ഫോർ മച്ച്. ഇപ്പോൾ അതിൻ്റെ ഒരു മൊമെൻ്റാണ് ഇത്രയും ഓഡിയൻസിൻ്റെ ഞാൻ ഫേസ് ചെയ്യുന്നത് ആലോചിക്കാണ്. ഞാൻ ആലോചിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് ഞാൻ സാറിന് മീറ്റ് ചെയ്ത ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക
മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ഏജ് അല്ല വേണ്ടത്, ആ റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റിയാണ്. പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് ഞങ്ങളൊരു സെക്കൻഡ് ഡേ ആണ് ഞാൻ അവിടെ എത്തുന്നത്. കുറെ ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായിരുന്നു.